ഉമ്മ മരിച്ചു ഖബറടക്കി. ആ ഖബറിന്റെ കരയിൽ നിന്ന് തന്നെ ആ രണ്ട് മക്കളും തമ്മിൽ അടിയായിരുന്നു. പ്രിയപ്പെട്ട മോനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനുഭവസ്ഥർ കാര്യം പറയുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയാണ്. അവരുടെ സമ്മതപ്രകാരം അവരുടെ പേരും ഊരും വെളിപ്പെടുത്താതെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരിൽ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാകൂ. അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും പറ്റുകയുള്ളൂ. ഞാൻ അവയർനെസ്സിന് വേണ്ടി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഓരോ കഥയും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അവരുടെ താല്പര്യപ്രകാരമാണ്. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ ഇവർക്ക് തീരെ പിടിച്ചില്ല. അതുതന്നെയാണ് സംഭവം. ആ കഥയിൽ ഞാനായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസം വരുന്നില്ല, അത്ര തന്നെ. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മളോട് ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ ഒരു കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് മാത്രം കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ഒരു കഥയിൽ തന്നെയാണ്. സാധാരണ ആൾക്കാർ എന്നോടാണ് കഥ പറയാറ്. ഇത് ഞാൻ തിരിച്ചങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈ ഒരു കഥയുടെ പ്രത്യേകത. നടന്ന കഥയായതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒന്നും ഉദ്ദേശിക്കേണ്ട. നാട്ടുംപുറത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സംഭവം എൻ്റെ നാട്ടിൽ തന്നെയാണ്. അടുത്തടുത്തായി ഒരുപാട് വീടുകളുള്ള ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ്. ഇവിടെയാണ് എൻ്റെ വീട്. ഞാനിങ്ങനെ പള്ളിയും കഴിഞ്ഞ് റോഡിലൂടെ ഇങ്ങനെ വരികയായിരുന്നു എൻ്റെ നാട്ടിൽ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഒരു വീട് കാണിച്ച് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ ആരുമില്ലേ എന്ന്. ഒരു ഓടും വീടാണത്. 2 മുറികളും സെൻട്രാളും അടുക്കളയും ഒക്കെയുള്ള ചെറിയൊരു ഓട് വീട്. ആ വീട് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാകും. എന്നുവെച്ചാൽ ആ വീട്ടിൽ ഇന്ന് ആരുമില്ല. ഒരുപാട് ചപ്പും ചവറും കാടും, വീട്ടിന്റെ മോന്തായത്തിൽ വരെ കാടുകൾ കയറി കിടക്കുന്ന ഒരു വീട്. ആ വീട് കാണിച്ചു കൊണ്ടാണ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ വീട്ടിൽ ആരുമില്ലേ എന്ന്. അങ്ങനെയാണ് ആ സുഹൃത്തിന് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്നത്. കൂടെ നിങ്ങളെ കൂടി ഞാൻ കൂട്ടുകയാണ്. ആ കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ആരോരുമില്ലാത്ത അനാഥമായി കിടക്കുന്ന ആ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. 2 ആൺമക്കളുള്ള ഒരു കുടുംബമായിരുന്നു, സന്തുഷ്ട കുടുംബം. വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആഹ്ലാദത്തിലും ജീവിച്ച ഒരു കുടുംബമായിരുന്നു അത്. അവരുടെ ജീവിതം കണ്ടാൽ ആരും അത് കൊതിച്ചു പോകും, അസൂയപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഓടും വീടാണെങ്കിലും നല്ല മനോഹരമായ വീടായിരുന്നു. ഒരുപാട് ചെടികളും വള്ളികളുമായി നല്ലൊരു മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ വീട്ടിൽ. പെൺകുട്ടികളില്ലെങ്കിലും ആ ഒരു കുറവ് കാണിക്കാത്ത ഒരു വീടായിരുന്നു അത്. പൊതുവെ സാധാരണ 2 ആൺമക്കളുള്ള വീട്ടിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാകും, എന്തെങ്കിലും ഒരു കഥ ഒളിഞ്ഞെടുപ്പുണ്ടാകും. മക്കളുടെ ഉപ്പ ചുമട്ട് ജോലിക്കാരനായിരുന്നു. ഉമ്മയാണെങ്കിൽ ഉമ്മയെ ആരും പുറത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ദീനീപരമായി ജീവിക്കുന്ന, അച്ചടക്കത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ആ ഉമ്മയുടെ മുഖവും ശബ്ദവും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് അച്ചടക്കത്തിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു അത്. ഇവര് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപ്പ രോഗം ബാധിച്ച് മരണപ്പെടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉപ്പ മരണപ്പെടുമ്പോൾ ഇവരുടെ വയസ്സ് 15ഉം 18ഉം വയസ്സായിരുന്നു മക്കളുടെ വയസ്സ്. ഉപ്പ മരണപ്പെട്ടതോടുകൂടി കുടുംബത്തിന്റെ അന്നം മുട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ പടച്ചവൻ അനുഗ്രഹിച്ച ഒരു വീടായിരുന്നു അത്. അന്ന് ആ നാട്ടിലൊന്നും സാധാരണ ഉച്ചഭക്ഷണം വെക്കാറില്ല. ഈ വീട്ടിൽ മാത്രമാണ് ഉച്ചഭക്ഷണം ഉണ്ടാവുക. ഞാൻ പോലും ഒരു നേരത്തെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു വീടാണത്. അങ്ങനെ പടച്ചവൻ അനുഗ്രഹിച്ച ഒരു വീടായിരുന്നു അത്. ഈ ഒരു കഥ പറയുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു ചിത്രം തന്നെയാണ്. ആ പുറത്തെ ചേതിയിലിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഉമ്മ വിളമ്പിത്തിരുന്ന ആ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഉപ്പ മരിച്ചതോടുകൂടി ആകെ ആ വീട്ടിൻ്റെ അവസ്ഥയാകെ മാറി. മക്കളാണെങ്കിൽ പഠിക്കുന്ന മക്കളാണ്, നന്നായി പഠിക്കുന്ന മക്കളായിരുന്നു. ഭൗതികമായും മതപരമായും ഒക്കെ നല്ല അറിവുള്ള മക്കളായിരുന്നു അത്. ഈ ഉമ്മയാണെങ്കിൽ പുറലോകമായി യാതൊരു ബന്ധവുമില്ലാത്ത ഉമ്മയായിരുന്നു.
ഭർത്താവ് മരിച്ചതോടുകൂടി വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ആ ഉമ്മക്ക്. ചെറിയ മക്കളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ഭാവമായിരുന്നു ആ ഉമ്മക്ക്. അങ്ങനെ വേറൊരു വഴിയും ഉമ്മക്ക് കാണുന്നില്ല. ഈ 15ഉം 18ഉം വയസ്സുള്ള മക്കളെ ജോലിക്ക് അയക്കാൻ തന്നെ ഉമ്മ തീരുമാനിച്ചു. അന്നൊക്കെ ഗ്രാമത്തിലൊക്കെ ബീഡിപ്പണി ഉണ്ടായിരുന്നു. ഈ പുകയില കൊണ്ട് തെരച്ചിട്ടുള്ള ബീഡിയെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവൊന്നും അറിയില്ല. ബീഡി ഉണ്ടാക്കുന്ന ജോലിക്ക് വേണ്ടി ഇവരെ അയച്ചു. അങ്ങനെ മക്കള് ജോലിക്ക് പോകാൻ തുടങ്ങി. അവരുടെ പ്രയാസമെങ്കിലും മാറ്റാമെന്ന് കരുതി ഉമ്മ. ഈ പണി പഠിക്കുമ്പോഴാണെങ്കിൽ ചെറിയ എന്തെങ്കിലും തുകയാണ് കൊടുക്കുക. പിന്നെ അവർ കുടിച്ച ബാക്കി ചായയും കൊടുക്കും. അതാണ് ഇവരുടെ ശമ്പളം. പിന്നെ ഈ മക്കള് മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ ഈ പണി പെട്ടെന്ന് തന്നെ ഇവർ പഠിച്ചെടുത്തു. ഇവർ രണ്ടുപേരും പണിയൊക്കെ പഠിച്ച് ഇവർ കുടുംബം നന്നായി നോക്കാൻ തുടങ്ങി. ഉപ്പ നോക്കുന്നത് പോലെ തന്നെ ആ കുടുംബം വളരെ മനോഹരമായി ഈ രണ്ട് മക്കൾ നോക്കാൻ തുടങ്ങി. ഈ രണ്ടു മക്കളും ഉമ്മയും വളരെ സ്നേഹമായിരുന്നു. ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു, ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു ഇവരുടെ ജീവിതം. ഇക്കാക്കയും അനിയനുമാണെങ്കിൽ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. തോളിൽ കൈവച്ചായിരുന്നു അവരുടെ നടപ്പ്. ശരിക്കും അവരുടെ ജീവിതം കണ്ടാൽ ചിലർക്കൊക്കെ അസൂയ തോന്നിയേക്കാം. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ ഇവര് നല്ല മനോഹരമായി ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ജ്യേഷ്ഠന് ഒരു വിസ വന്നു അങ്ങ് ഖത്തറിലേക്ക്. അങ്ങനെ ആ വിസയിൽ ഏട്ടൻ ഖത്തറിലേക്ക് പോകുന്നു. അവരുടെ ജീവിതം വീണ്ടും പഴയതിനേക്കാൾ നന്നാവുന്നു. അനുജൻ ബീഡിപ്പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടനാണെങ്കിൽ ഖത്തറിൽ ഒട്ടകത്തിനെ മേയ്ക്കുന്ന ജോലി. ഏട്ടൻ 2 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ പെരുന്നാൾ പോലെയായിരുന്നു. അവിടെയുള്ള അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വസ്ത്രങ്ങളും മിഠായിയും ഒക്കെ നൽകിക്കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം അവരുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ സന്തോഷപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവരുടെ കുടുംബത്തിൽ. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. മക്കൾക്ക് 2 പേർക്കും പ്രായപൂർത്തിയായി, കല്യാണപ്രായമായി. മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു ആ വീട്ടിൽ. പുതിയൊരാളും ഒച്ചപ്പാടും ബഹളവും ഒരു പെണ്ണിന്റെ ശബ്ദമൊക്കെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം അനിയന്റെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ ഇവരുടെ കുടുംബത്തിൽ ആളുകൾ വർദ്ധിച്ചു. മക്കൾക്കൊക്കെ കുട്ടികളൊക്കെയായി. ഇവർക്ക് ആരോഗ്യം കൂടുമ്പോഴേക്കും ഉമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. വെച്ച് വിളമ്പാനും ഇവരെ നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ഉമ്മക്ക് നഷ്ടമായി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഉമ്മ രോഗിയാവാൻ തുടങ്ങിയെന്ന്. ഉമ്മ രോഗിയായതോടുകൂടി ഇവരുടെ ഭാര്യമാർ അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി. ഇത്ര നാളും ഇവരുടെ ഭാര്യമാർ 2 പേരും ആ കുടുംബത്തിൽ സന്തോഷപൂർവ്വം ജീവിച്ച ഇവര് ഉമ്മക്ക് രോഗമായപ്പോൾ അവരവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി. ഉമ്മക്ക് രോഗം വന്ന് ഉമ്മ കിടപ്പിലായി. ഉമ്മയെ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആളില്ലാതെയായി. അയൽവാസികളെയൊക്കെ ഈ ഉമ്മ നന്നായി നോക്കിയിരുന്നു ആ നാൾ. അതുകൊണ്ട് തന്നെ അയൽവാസികളൊക്കെ നന്നായി ഈ ഉമ്മയെ നോക്കുമായിരുന്നു. എന്നാലും ഉമ്മയുടെ ആ കണ്ണുനീര് വല്ലാത്തൊരു കണ്ണുനീര് തന്നെയാണ്. എന്നെ നോക്കേണ്ട ആ സമയത്ത് ഇവരെന്നെ ഇട്ടിട്ട് പോയല്ലോ എന്നുള്ളൊരു മനോഭാവമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. ഇടക്കൊക്കെ അവർ വന്നു നിന്ന് പോകുമായിരുന്നു. ആ വീട്ടിൽ പുറത്തുനിന്നൊരു പെണ്ണ് കയറി വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സിനുള്ളിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ കൂടുതലായി അവിടെയുള്ള ആർക്കും എനിക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്തിനാണ് ഈ ഉമ്മയോട് ഇവരിങ്ങനെ ചെയ്യുന്നേ എന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. ഏട്ടനനിയന്മാർ തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധം അത്രക്കില്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് ശേഷം. അങ്ങ് ദൂരെ പോകുന്നത് പോലെ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൈയോട് കൈ പിടിച്ച് തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുന്ന ഈ 2 സഹോദരന്മാരെ നമ്മളൊക്കെ നോക്കി അസൂയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സഹോദരന്മാർ തമ്മിൽ ഇപ്പോൾ ഒരുപാട് അകന്നതുപോലെ നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയുകയുമില്ല. അവരുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഉമ്മക്ക് ഒരുപാട് വയ്യാതായപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, 2 ആൺമക്കളുടെ ഭാര്യമാരുണ്ടായിട്ട് ഇവരെ നോക്കാൻ ആളില്ലേ എന്ന്.
ഉമ്മയുടെ സ്വയബോധമൊക്കെ നഷ്ടപ്പെട്ടു. ആളെയൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയായിരുന്നു. ആ ഉമ്മ എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. സ്വയബോധമുള്ള കാലം വരെ ആ ഉമ്മ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നിസ്കാരം ഒഴിവാക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഉമ്മയുടെ സ്വയബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന്. അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് ഓരോ മക്കളും ഭാര്യയുമായി ഓരോ ദിവസം നിൽക്കാൻ തുടങ്ങി. പിന്നെ കാത്തിരിപ്പായിരുന്നു, എന്നു പോകും എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു മക്കൾക്ക്. അങ്ങനെ ആ ഒരു ദിവസവും വന്നെത്തി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉമ്മ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോഴാണ് സംഭവങ്ങളൊക്കെ പല വിധത്തിലായത്. ഉമ്മ മരിച്ചു, ഖബറടക്കി. ആ ഖബറിന്റെ കരയിൽ നിന്ന് തന്നെ ആ രണ്ട് മക്കളും തമ്മിൽ അടിയായിരുന്നു. നാട്ടുകാർ കണ്ടു നിൽക്കെ ഈ മക്കൾ തമ്മിൽ അടി. നമ്മളൊക്കെ അസൂയപ്പെട്ട് നോക്കിയിരുന്ന ഈ രണ്ട് മക്കൾ ഖബറിന്റെ കരയിൽ നിന്ന് അടി ചെയ്യുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല കേട്ടോ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ ചെന്ന് നോക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ കണ്ട കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെന്തിനാണ് ഈ അടി ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലായിരുന്നു. അന്ന് ഉമ്മാന്റെ കണ്ണോക്കും കഴിഞ്ഞ് പൂട്ടിയ വീടാണിത് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ചപ്പും ചവറും കാടും ഒക്കെയായി ഒരു പ്രേതാലയം പോലെ ആ വീട് ഇന്നും അവിടെ കിടപ്പുണ്ട്. ഇന്ന് ആ രണ്ട് മക്കളും ജീവിച്ചിരിപ്പില്ല. അവർക്ക് പടച്ച റബ്ബ് കൊടുത്ത മരണം വല്ലാത്തൊരു മരണമാണ്. ആ മക്കൾക്ക് കൊടുത്ത മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാക്കട്ടെ. പ്രായമാകാതെ തന്നെ അവരെ പടച്ച റബ്ബ് വിളിക്കുകയാണ്. രണ്ടുപേരും കിടന്ന കിടപ്പിൽ അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത്. ഉമ്മ മരണപ്പെട്ടതോടുകൂടി ഇവരുടെ ബന്ധം മുറിച്ചിരുന്നു. ഇവർ തമ്മിത്തല്ലായി ഇവർ ബന്ധം മുറിച്ചിട്ടായിരുന്നു ഇവർ പോയിരുന്നത്. ഈ കൊറോണ കാലത്തായിരുന്നു ഏട്ടൻ മരണപ്പെട്ടത്. മുറിയിൽ മരണപ്പെട്ടത് ആരും കണ്ടില്ല, കേട്ടില്ല. ഏട്ടന്റെ ഭാര്യ എവിടെ ഒരു കുടുംബത്തിൽ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ കണ്ടത് മരിച്ച ഈ ശരീരമായിരുന്നു ഏട്ടന്റെ. കിടന്ന കിടപ്പിൽ തന്നെ അറ്റാക്കായി മരണപ്പെട്ടു. ഇളയവൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഇളയാള് ബീഡിപ്പണിയൊക്കെ കുറഞ്ഞതുകൊണ്ട് അങ്ങ് ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ ജോലിയായിരുന്നു. ഇതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കൊറോണ കാലം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭാര്യയോടും മക്കളോടും ഒക്കെ സംസാരിച്ച് കിടന്നതായിരുന്നത്രേ. രാവിലെ ഉണർന്നില്ല. കട്ടിലിൽ നിന്നും താഴെ വീണ് മരവിച്ച ശരീരമാണ് ആൾക്കാർ കണ്ടത് എന്ന്. ജോലിക്ക് വരാൻ താമസിച്ചത് കണ്ട് റൂം തുറന്നു നോക്കിയതായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ രണ്ടുപേരും മരണപ്പെട്ടു. പടച്ച റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ആമീൻ. ഇവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. എല്ലാ ഉമ്മമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആമീൻ. ആ വീട് ഇന്നും അവിടെ തന്നെ ഉണ്ട്. ആർക്കും അറിയില്ല ഇവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. ഇന്നും അറിയില്ല, ഇനി അറിയണമത്രേ. എന്തിനാണ് ഇവർ തമ്മിൽ തെറ്റിയത്? എന്തിനാണ് ഇവർ തമ്മിൽ ബന്ധം മുറിച്ചു കളഞ്ഞത്? ഇത്ര നന്നായി സ്നേഹത്തോടെ കഴിഞ്ഞുകൂടിയ ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല, ഇനിയും അറിയണമത്രേ. ആ വീടൊന്നും അനാഥമായി കിടക്കുകയാണ്, ഒരു പ്രേതാലയം പോലെ. ഞാൻ പറഞ്ഞില്ലേ, ജീവിച്ചിരിക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ക്ലൈമാക്സ് ഉണ്ടായിരിക്കണമെന്നില്ല. ഈ കഥ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.